യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ഈ ദിവസങ്ങൾ കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും അനുവദിച്ചു കൊടുക്കണം. കേവലം വചനത്തിൻ്റെ കേൾവിയിൽ മാത്രം നമ്മൾ സന്തുഷ്ടരാകാതെ നമ്മുടെ ജീവിതത്തിൽ ആ വചനം നമ്മൾ സ്വീകരിക്കുകയും ആ വചനത്തിലൂടെ നമുക്ക് വളരുവാനും ഇടയായിത്തീരണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ, അബ്രഹാം ഒരു വിശ്വാസ വീരനായിട്ട് ജനിച്ചതായ ഒരു വ്യക്തിയല്ല, മറിച്ച് താൻ ദൈവത്തെ വിശ്വസിക്കുന്നതിലൂടെയും അതേപോലെ തന്നെ അനുസരിക്കുന്നതിലൂടെയും അതേ ഒരു വിശ്വാസ വീരനായി വളർന്നു വന്നവനാണ്. തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യത്തെ ചുവടുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പരിശോധിച്ചല്ലോ. പാളിച്ചകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവത്താൽ വളരെ വേഗം കറക്റ്റ് ചെയ്യപ്പെടുന്നവനും അതേപോലെ തന്നെ ദൈവത്തെ അനുസരിക്കുവാൻ ഉത്സുകനുമായി തീർന്നുകൊണ്ട് ക്രമേണ അബ്രഹാം വിശ്വാസവീരനായി വളർന്നു വരുവാനിടയായി തീർന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ വിശ്വാസവീരനായില്ലേലും ദൈവത്തെ നമുക്ക് ശരിയായി വിശ്വസിക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ഈ ദിവസങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതായ ദൈവവചനം അതിനായി നിങ്ങളെ വളരെയധികം ഒരുക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ നിങ്ങളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവവചനത്തിലൂടെ വളർന്നു വരണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ആ വിളിയോടുകൂടെ ദൈവം അവന് വാഗ്ദത്തങ്ങളെ കൊടുക്കുന്നു. ആ വാഗ്ദത്തം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അബ്രഹാമിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. അതായത് അബ്രഹാം ഈ ഭൂമിയിൽ അവന് എങ്ങനെയായിത്തീരണം എന്നുള്ളതും അനേകർക്ക് അബ്രഹാം എങ്ങനെ ഒരു അനുഗ്രഹമായി തീരും എന്നുള്ളതും ദൈവം വിളിച്ചതായ ആ വിളിയിലും ആ നൽകിയതായ വാഗ്ദത്തത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിലും അപ്രകാരമുള്ള ആ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വിളിയെ തിരിച്ചറിയണം. രണ്ടാമതായിട്ട് ആ വിളിയോടുകൂടെ ദൈവം നമുക്ക് നൽകുന്നതായ വാഗ്ദത്തങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്രകാരം വളരെ ടാർജറ്റഡായി വളരെ ലക്ഷ്യബോധത്തോടുകൂടെ നമ്മൾ പോകുമ്പോഴാണ് നമ്മളുടെ ദൈവത്തോടുള്ള ജീവിതം വളരെയധികം ശക്തമായി മാറുന്നത്. നമുക്ക് കൂടുതൽ വ്യക്തതയോടുകൂടെ അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, അബ്രഹാമിനോട് ദൈവം പറഞ്ഞതായ വാഗ്ദത്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തമാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. അബ്രഹാമിലൂടെ ദൈവം അനേക സന്തതികളെ നൽകിക്കൊണ്ട് ആ രാഷ്ട്രത്തെ ദൈവത്തെ സ്നേഹിക്കുന്ന ആളുകളാൽ ദൈവം നിറയ്ക്കും എന്നുള്ളതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, അബ്രഹാമിന് ആ വാഗ്ദത്തം കേട്ടപ്പോൾ തൻ്റെ ജീവിതത്തിൽ അത് പ്രാപിക്കുന്നതോ അല്ല അത് പൂർത്തീകരിക്കുന്നതോ തനിക്ക് കഴിയാവുന്നതായ ഒരവസ്ഥയിലല്ല താൻ എന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം ആ പ്രശ്നങ്ങളെല്ലാം തന്നെ അതിജീവിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓരോന്നും തൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ അബ്രഹാം ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ്. ദൈവത്തിന് നമ്മളോടുള്ള തൻ്റെ പദ്ധതികൾ, ദൈവം നമ്മോട് പറയുന്നതായ വാഗ്ദത്തങ്ങൾ, അവ ഓരോന്നും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിറവേറുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യണം. പക്ഷെ ദൈവം അതിനുവേണ്ടി നമ്മളോട് ആവശ്യപ്പെടുന്നത് നാം അവന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളവരായും അതേപോലെ തന്നെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് പോലെ നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പിന്നീടുള്ള കാര്യങ്ങൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അബ്രഹാമിനെ ദൈവം വലിയൊരു ജാതിയാക്കി, അവന്റെ പേര് പോലും ദൈവം വലുതാക്കി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ 2-ാം വാക്യത്തിൽ തന്നെ കാണുന്നുണ്ടല്ലോ, നിന്റെ പേർ വലുതാക്കും. നിന്റെ പേർ അബ്രഹാം എന്ന പേര് അബ്രഹാം എന്നാക്കി മാറ്റി, ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റി. നോക്കിക്കേ, ദൈവം ഇവിടെ പറയുന്നതായ സകലവിധമായ വാഗ്ദത്തങ്ങളും അബ്രഹാമിൽ ദൈവം നിറവേറ്റുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മളോട് ദൈവം പറയുന്ന സകല വാഗ്ദത്തങ്ങളും ദൈവം നമ്മളിൽ നിറവേറ്റും. പക്ഷെ നമ്മൾ അബ്രഹാമിനെ പോലെ ആയിരിക്കണം, ദൈവത്തിൽ വിശ്വസിക്കുവാനും അവനെ അനുസരിപ്പാനും ദൈവത്തോടുള്ള ആ ഒരു വിശ്വസ്തതയിലും ദൈവത്തോടുള്ളതായ ആ പ്രവൃത്തിയിലും അനുസരണത്തിലും
ഓരോ ദിവസവും നമുക്ക് വളർന്നു വരുവാൻ കഴിയുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കണ്ണിന്റെ മുമ്പാകെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, വാക്ക് പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ഒരിക്കലും അത് മറന്നു പോകരുത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ്. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്നുള്ള ആ വലിയ വാഗ്ദത്തം, അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. സാധാരണയായിട്ട് നമ്മൾ പറയാറുണ്ട്, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നതായ ചിന്ത, നമുക്ക് വലിയൊരു വീട് തരണം, നമുക്ക് നല്ലൊരു വാഹനം തരണം, നല്ല റിലേഷൻഷിപ്പുകൾ തരണം, അതേപോലെ തന്നെ സമൂഹത്തിൽ വലിയ മാന്യത ഉണ്ടാകണം. ഇതെല്ലാം നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നു ഇതാണ് അനുഗ്രഹം എന്നുള്ളത്. പക്ഷേ ഇതല്ല അനുഗ്രഹം എന്നുള്ളത് നമ്മൾ ദൈവവചനത്തിലൂടെ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇന്നത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലേ, അടുത്ത ദിവസം നമ്മളത് തുടരുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ വിധമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ ആത്മീയമായ വീക്ഷണത്തെ കൂടുതൽ വിപുലപ്പെടുത്തുവാൻ ഇടയായി തീരും. അപ്പോൾ ദൈവം തരുന്ന അനുഗ്രഹം എന്താണ് ദൈവം നൽകുന്ന അനുഗ്രഹം? അത് ഭൗതിക അനുഗ്രഹമാണോ അതോ അത് ആത്മീക അനുഗ്രഹമാണോ? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ എങ്ങനെയാണ് വിശുദ്ധ വേദപുസ്തകം വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഒരു ലേഖനത്തിൽ നിന്നും ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസിന്റെ നിജപുത്രൻ, വിശ്വാസത്താൽ താൻ ജനിപ്പിച്ചതായ മകൻ എന്നറിയപ്പെടുന്നതായി തിമോഥെയോസിന് അതേ പൗലോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 11-ാം വാക്യം, ഈ പരിജ്ഞാനം എങ്കൽ പരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ. അടുത്തതായിട്ട് ഇതേ ലേഖനം തന്നെ 6-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും. ഈ 2 വാക്യങ്ങളിൽ പൊതുവായി കാണുന്ന ഒരു പ്രത്യേക പദമുണ്ട്, ധന്യനായ ദൈവം, ധന്യനായ ഏകാധിപതി. നമുക്ക് ഏകാധിപതി എന്നുള്ള വാക്കും അതേപോലെ തന്നെ ദൈവം എന്നുള്ള പേരും വളരെ അധികം അറിയാവുന്നവരാണല്ലോ. പക്ഷെ അവിടെ നമ്മൾ പലപ്പോഴും അവഗണിക്കുന്നതായ ഒരു കാര്യമുണ്ട്, ധന്യനായ ദൈവം, ധന്യനായ ഏകാധിപതി. അങ്ങനെയാണെങ്കിൽ ഈ ധന്യനായ ദൈവം, ധന്യനായ ഏകാധിപതി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, ബ്ലസ്സഡ് വൺ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലസ്സഡ് ഗാഡ്, അനുഗ്രഹിക്കപ്പെട്ട ദൈവം, അതെ, സന്തോഷവാനായ ദൈവം. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ദൈവം സന്തോഷിക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരണമെങ്കിൽ ധാരാളം സന്തോഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഒരു കൊച്ചു കുഞ്ഞ് സന്തോഷിക്കണമെങ്കിൽ നമുക്കറിയാം, ആ കൊച്ചു കുഞ്ഞിനെ സംതൃപ്തിപ്പെടുത്തുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു കളിപ്പാട്ടമോ, അല്ല ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നതായ നല്ലൊരു വസ്ത്രമോ, അല്ല ഒരു ഹെയർ ബാൻഡോ ഒക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെയധികം സന്തോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴാണ് സന്തോഷം വരുന്നത്? അതെ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഫുൾഫിൽ ആകുമ്പോൾ, പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മൾ സന്തോഷിക്കാറുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ദൈവം എപ്പോഴാണ് സന്തോഷിക്കുന്നത്? ദൈവത്തിന്റെ സന്തോഷത്തിന്റെ കാരണം എന്താണ്? ദൈവം എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? അല്ലെങ്കിൽ ആരാണ് ദൈവത്തെ അനുഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് ദൈവത്തെ സന്തോഷവാനാക്കുന്നത്? നമുക്കൊരു കാര്യം അറിയാം, ദൈവത്തെ ആർക്കും തന്നെ സന്തോഷിപ്പിക്കാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതായത് ദൈവം സന്തോഷവാനായിരിക്കുന്നില്ല, അതുകൊണ്ട് ആരെങ്കിലും സന്തോഷിപ്പിക്കണം, അവൻ സന്തോഷിക്കുവൻ എന്നുള്ള വസ്തുത ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതേപോലെ തന്നെ ദൈവത്തെ അനുഗ്രഹിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആർക്കും സാധിക്കില്ല. കാരണം എല്ലാ അനുഗ്രഹവും സന്തോഷമാകട്ടെ, അതിൻ്റെ എല്ലാം ഉറവ് ദൈവത്തിൻ്റെതാണ്. ആർക്കെങ്കിലും ദൈവത്തിന് ജീവൻ കൊടുക്കാൻ കഴിയുമോ? ഇല്ല, ആർക്കും കൊടുക്കാൻ കഴിയത്തില്ല. കാരണം അവൻ ജീവന്റെ ഉറവിടമാണ് എന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സന്തോഷം, ദൈവത്തിന്റെ സന്തോഷം അല്ലെങ്കിൽ ദൈവത്തിന്റെ ബ്ലെസ്സഡ്നെസ്, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൽ തന്നെ ഉള്ളതായ ഒരു വെർച്യു ആണ്. അതെ, ഒരു സവിശേഷ ഗുണമാണ്, ഒരു ആട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിന്റെ സന്തോഷം എങ്ങനെയാണ് നമുക്ക് വിശദമാക്കാൻ കഴിയുന്നത്? റോമാലേഖനം 14-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പോൾ
ദൈവത്തിലുള്ള സന്തോഷം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷണമല്ല, പാനീയമല്ല. നമുക്കറിയാം, നല്ലൊരു ഭക്ഷണം നമുക്ക് ലഭിച്ചാൽ നമ്മൾ ആ ഭക്ഷണം നിമിത്തം സന്തോഷിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ദൈവരാജ്യത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചല്ല സന്തോഷിക്കാൻ പോകുന്നത്, ഏതെങ്കിലും പാനീയം, ഡ്രിങ്ക്സ് നമ്മൾ കുടിച്ചല്ല സന്തോഷിക്കാൻ പോകുന്നത്, മറിച്ച് അവിടെയുള്ളത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, സ്വർഗത്തിൽ ചെന്ന് നമുക്ക് ഈ ഭൂമിയിലേത് പോലെ, അതായത് ഭക്ഷണം കഴിച്ചോ, വല്ലവർക്കും വല്ല ദാനങ്ങൾ കൊടുത്തോ, അല്ല വല്ല ഗിഫ്റ്റുകൾ പ്രാപിച്ചോ നമ്മൾ അവിടെ സന്തോഷിക്കില്ല. കാരണം നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നത് അതേ നമ്മുടെ ആത്മാവിലാണ്. ദൈവം നമുക്ക് തരുന്ന സ്വർഗീയമായ ശരീരത്തിലാണ്. അവിടെ നമുക്ക് വിശപ്പില്ല, ദാഹമില്ല, പൈതാഹമില്ല, ഒന്നുമില്ല. മറിച്ച് നമ്മൾ അവിടെ സന്തോഷം കണ്ടെത്തുന്നത് സന്തോഷത്തിന്റെ ഉറവിടമായ, ബ്ലെസ്സഡ്നെസിന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്നുമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. നോക്കൂ, സ്വർഗത്തിൽ അത് ഉണ്ടെങ്കിൽ ഈ ഭൂമിയിലും നമുക്ക് ആ സന്തോഷം അനുഭവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഞാൻ ഇന്നൊരു വാക്യം വായിച്ച് നിർത്തുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ആ വാക്യം തുടർമാനമായി വായിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. ആ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സന്തോഷവും യേശുവിന്റെ സന്തോഷവും രണ്ടും രണ്ടാണ്. കാരണം ഈ സന്തോഷത്തിന്റെ ഉറവിടം, സോഴ്സ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസമാണ്. പലപ്പോഴും നമ്മുടെ സന്തോഷത്തിന്റെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എന്തൊക്കെയാണ്? നമ്മുടെ മക്കളാണ്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നതായ ദാനങ്ങളാണ്, നമ്മുടെ വസ്തുക്കളാണ്, നമ്മുടെ വാഹനങ്ങളാണ്, നമ്മുടെ വീടുകളാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സന്തോഷം എന്ന് പറയുന്നത് അതിന് കാരണം ഈ ലോകത്തിലെ ഒരു കാരണമല്ല, മറിച്ച് ആ സന്തോഷത്തിന്റെ ഉറവിടം അതേ ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ള വസ്തുതയാണ് ഇവിടെ യേശു ഉറക്കെ വിളിച്ചു പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സന്തോഷത്തിന്റെ ഒരു അപാകത എന്താണ്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുർബലാവസ്ഥ ഏതാണ്? അതിന്റെ ദുർബലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം പൂർണ്ണമല്ല എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തു എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മളുടെ അപൂർണമായ സന്തോഷത്തെ, അതേ പൂർണ്ണമല്ലാത്തതായ സന്തോഷത്തെ തൻ്റെ സന്തോഷത്താൽ അവൻ പൂർണ്ണമാക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ലഭിക്കുന്നതായ ഏറ്റവും വലിയ അനുഗ്രഹം, അതേ ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത് അപൂർണമായ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തെ പൂർണ്ണമാക്കുന്നതാണ് ദൈവം നൽകുന്നതായ അനുഗ്രഹം എന്ന് പറയുന്നത്. അടുത്ത ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതാണ്. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അപൂർണമായ സന്തോഷവും അപൂർണമായ സമാധാനവും അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഒന്നും ഞങ്ങൾ അറിയുന്നു, പൂർണ്ണമായത് വരും. അതേ പൂർണ്ണമായത് കർത്താവ് യേശുക്രിസ്തുവിലൂടെയാണ് ഞങ്ങളിൽ വരുന്നത്. അതേ കർത്താവ് ഇന്ന് അംശമായത് മാത്രം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ പൂർണ്ണ സന്തോഷവും സമാധാനവും ഞങ്ങൾ അനുഭവിക്കുമെന്നുള്ള ആ ഉറപ്പ് ഇന്ന് ഞങ്ങൾ പ്രാപിക്കുന്നു. കർത്താവ്, ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മീയ കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് bless you all.